ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് മനസ്സിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡായി തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ റീഡിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള സമയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കാർഡുകൾ ഷഫിൾ ചെയ്യുകയാണ്. Seven of Swords, Pages of Cups, Four of Pentacles, the Sun, Wheel of Fortune, the Moon, the Tower, Temperance. ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഈ 4 കാർഡുകൾ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് 7 ഓഫ് സോർട്സ്, ഈ കാർഡുകളൊക്കെ നിങ്ങളുടെ എനർജികൾ കാണിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലായിരുന്നു ആദ്യ സമയങ്ങളിൽ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. അതായത് നിങ്ങൾ വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത, പക്ഷേ അല്ലെങ്കിൽ പരിചയം ഉണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാത്ത 2 വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം. അല്ലെങ്കിൽ അൺക്ലാരിറ്റി, നിങ്ങളുടെ റിലേഷനിൽ ഭയങ്കരമായിട്ടും അൺക്ലാരിറ്റി ഉണ്ടായിരുന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ റിലേഷൻഷിപ്പിലേക്കാണോ പോകുന്നത് അല്ലയോ, അങ്ങനെയുള്ളൊരു ക്ലാരിറ്റി കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അങ്ങനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രസൻ്റിലി ഇപ്പോൾ അങ്ങനെയല്ല, പക്ഷേ നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഫൈറ്റിലൂടെ കണ്ടുപിട്ടിയ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിലൂടെ കണ്ടുപിട്ടിയ വ്യക്തികളായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ശ്രദ്ധയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നീട് അത് ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു വൈബൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പിന്നെ ഇവിടെ കാണുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിരുന്ന വ്യക്തികളല്ല, പിന്നീട് റിലേഷൻഷിപ്പിലേക്ക് വന്നു എന്ന് തന്നെയാണ് നമുക്ക് സെക്കൻഡ് കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നതിന് ശേഷം അതിനൊരു ബ്രേക്കപ്പ് കാര്യങ്ങൾ വന്നൊരു സമയത്തായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങളൊരു കാർമിക് റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ ഈ പാസ്റ്റിലുള്ള വ്യക്തിയെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ആ വ്യക്തിയുടെ ഓർമ്മകളും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ഒരു കാർമിക് റിലേഷനെ ഇവിടെ വിടാതെ കൊണ്ടുപോകുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റിലേഷൻ നിങ്ങൾ ആ റിലേഷനിലായിരിക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഈ സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിട്ടുള്ള, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നായാലും നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ വേണ്ടിയാണ് എല്ലാ പ്രശ്നങ്ങളിലൂടെയും ഞാൻ കടന്നു പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
റിയൽ പേഴ്സണിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു പെയിൻഫുള്ളായിട്ടുള്ള വഴികളാണ് പലപ്പോഴും ഈ കാർമിക് റിലേഷൻഷിപ്പുകൾ. നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ, ചിലർ ചെയ്തിട്ടുണ്ടാകാം, ഇനി ചെയ്യാൻ പോകുമ്പോൾ സ്പിരിച്വലി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് സോൾമേറ്റ് ആണോ നിങ്ങൾ മീറ്റ് ചെയ്ത ട്വിൻ ഫ്ലെയിം ആണോ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതാണ് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഒരു വിധി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്വന്തമായി ഒരു ഹീൽ ചെയ്യാനൊക്കെ നിങ്ങൾ പഠിക്കും. ഇതൊക്കെയാണ് നമുക്ക് ആദ്യം ഒരു 4 കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി നിങ്ങളുടെ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസൻറ്റ് എനർജി, ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും വിൽ ഓഫ് ഫോർച്യൂൺ, ദ മൂൺ, ദ ടവർ ആൻഡ് ടെമ്പറൻസ്, ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റിലേഷൻഷിപ്പ് വളരെ ബ്രൈറ്റാണ്, അത് നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും. പാസ്റ്റിൽ നിന്ന് ഹീലിംഗ് ഒക്കെ ആയിട്ട് നിങ്ങൾ വന്നതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് നല്ല ഒരു ബ്രൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇനി വരാനായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോൺഫ്ലിക്റ്റിലൂടെയും പിന്നെ അത് ഒരു സ്നേഹത്തിലേക്ക് വരുന്നു, പിന്നെയും പല പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഹോപ്പ് കിട്ടുന്നില്ലാത്തൊരവസ്ഥയാണ്, ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഉന്തിയും തള്ളിയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. അതുപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഡൗട്ടുകളൊക്കെ ഉണ്ടാകാം. ഇതിപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ തന്നെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കാസ്റ്റ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പരമായിട്ട് പേരൻസ് ഇവരൊക്കെ അംഗീകരിക്കുമോ, സൊസൈറ്റി എന്ത് പറയും, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒരാൾക്കുണ്ടാകും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു റിലേഷനിലേക്ക് വന്നു, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, രണ്ടുപേരെയും യൂണിവേഴ്സ് ഒരുമിപ്പിച്ചതാണ്, നമുക്കങ്ങനെ മുന്നോട്ട് പോകാം എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. രണ്ടുപേരും ഒരു വ്യത്യസ്തമായ ചിന്താഗതി ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി രണ്ടും രണ്ട് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി, നിങ്ങളൊരു മൂൺ എനർജിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഈ ചിന്തകളെല്ലാം കിടന്നിട്ട് ടെൻഷനായിട്ട് നിങ്ങളുടെ ചിന്തകൾ തിരമാല അടിക്കുന്ന പോലെ ഒരു വൈബ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നീട് നിങ്ങൾ പിന്നെയും തിരിച്ച് എങ്ങനെയും നടക്കത്തില്ല, ഇത് നല്ല രീതിയിൽ പോകും, എനിക്കിത് നേടിയെടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് സൺ എനർജിയിലേക്ക് വരുന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ സമയം പിന്നിടുന്നതനുസരിച്ച് ഡേയ്സ് മാറ്റുന്നതനുസരിച്ച് മൂണിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നു. എങ്കിൽ കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് വിജയിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും എന്ത് കാര്യത്തിനാലും ഒരു പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, ഐ വാണ്ട് ടു അച്ചീവ് ദിസ് റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എങ്ങനെയും ഏത് വിധേനയും നേടിയെടുക്കണം. നിങ്ങളുടെ പേഴ്സണും സെയിം എനർജിയാണ്, നിങ്ങൾക്കൊരു യൂണിവേഴ്സിൽ തന്ന ഒരു പാർട്ട്ണർ തന്നെയാണ്. പക്ഷേ ഇത് ശരിയാകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. മൂൺ ആൻഡ് സൺ എനർജി മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺ എനർജി വരുമ്പോൾ എൻ്റേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നു. അങ്ങനെ ഒരു ഫാമുണ്ട്, അങ്ങനെ ബാലൻസ് ആകുകയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അപ്പാവുന്നു, നിങ്ങളുടെ പേഴ്സൺ ഡൗൺ ആകുമ്പോൾ നിങ്ങൾ അപ്പാവുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടീസ് ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് സ്ട്രോങ് ആണ്. ഒരാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളും ഒരാൾ ഭയങ്കര റൊമാൻറ്റിക്കായി ചിന്തിക്കുന്ന ഒരാളുമാണ്. കെയറിങ് നേച്ചറുള്ള ഒരാളുണ്ട് നിങ്ങളുടെ കൂടെ. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഡീപ്പ് എനർജിയാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ അവർ കാരണം നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ, ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ വിട്ടു പോവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റീഡിങ്, കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് റീഡിങ്. അതുകൊണ്ട് ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.